ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ കുറച്ച് തിരക്കായി പോയി അല്ലേ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ വീഡിയോ അല്ലാതെ വെക്കണേ. കുറേ കാലമായി എന്ത് തിരക്കാണെങ്കിലും വരുന്നതാണ്. പക്ഷെ ഇന്നലെ പറ്റിയില്ല അല്ല അമ്മ. പിന്നെ ഞാനും തന്നെ 2 ദിവസമായിട്ടേക്ക് വരാൻ പറ്റിയില്ല. അച്ഛൻ്റെ ആണ്ടിന് പോയതായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തെ വിശേഷത്തിൽ പറഞ്ഞിരുന്നു. അച്ഛൻ്റെ ആണ്ടായിരുന്നു. 8 വർഷമായി 8ാമത്തെ വർഷത്തെ ആണ്ടായിരുന്നു. ഞാനങ്ങനെ എനിക്ക് പോകാനേ പറ്റലില്ല. ചിലതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ, അല്ലാത്തതിനൊക്കെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് പോകാനേ പറ്റലില്ല. ഇതിലിപ്പോൾ ഒന്ന് കൂടാൻ പറ്റി. അപ്പം അങ്ങനെ അതേപോലെ ഭംഗിയായിട്ട് കഴിഞ്ഞ് വന്നു. ഒരിക്കലിൻ്റെ അന്നും പിറ്റേന്ന് ബലിൻ്റെ ദിവസം 2 ദിവസമേ നിന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പോവലില്ല, വീട്ടിലേക്ക് പോകലില്ല എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഞാൻ പോകലുള്ളൂ. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ അപ്പൂസിനെ പ്രസവിച്ചിടന്നിട്ടും പിന്നെ അച്ഛൻ മരിച്ചിട്ടും പിന്നെ അതേപോലെ അച്ഛൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണല്ലോ നിൽക്കണേ. അങ്ങനെ അമ്മായി മരിച്ചിട്ടും മാത്രമേ അവിടെ ഞാൻ പോയി നിന്നിട്ടുള്ളൂ, അന്തി ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ 2 ദിവസം വരുമ്പോൾ മാത്രമേ അങ്ങനെ പോവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറയാത്തോണ്ട് അതാ പറയാ. പിന്നെ സിജനെ പറഞ്ഞോട്ടെന്ന് കരുതിയിട്ട്. പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോ ആൾക്കാർ ഫുള്ള് കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ വീഡിയോ, അതിൻ്റെ 2 ദിവസം വീഡിയോയിലൊക്കെ ഞങ്ങളിത് പറഞ്ഞത് അങ്ങനെ കണ്ടിന് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാതെ കുറേ കമൻ്റ് ഒന്നും അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു. പോയിന്ന് കാരണം അപ്പം നമ്മൾ പറയുമ്പോൾ പോയത് സംഭവം പോയി. അപ്പം അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, തമ്പയിലൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കാണാത്ത ആൾക്കാർ നമ്മളെ വീഡിയോ കുറച്ച് ആൾക്കാർക്ക് അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻ്റെതുകൊണ്ട് പറയേണ്ടിട്ട് അവള് വന്നിട്ട് അതാ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ അവിടെ ഇല്ലാത്ത കാരണം അമ്മയാണ് ഫുള്ള് അടുക്കള കയ്യേറിയിട്ടുണ്ട് എന്നത്. അമ്മ ഇന്ന് ഷോട്ടില് എല്ലാവരും അമ്മയാണ്. അമ്മേടെ ഷോട്ട് പാത്രം കഴുകിട്ടും. പക്ഷെ അമ്മ അത് പറഞ്ഞു കേട്ടോ, എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഒരു ഷോട്ട് കൊടുക്കുക പറഞ്ഞപ്പോ പിന്നെ അമ്മ നമ്മളെ സിങ്കിലൊന്നും പുതിയിട്ട് പാത്രം കഴുകിയിട്ടില്ല. പാത്രം കഴുകലും ഇന്ന് താളിപ്പും എല്ലാം അമ്മേന്റെ ആയിരുന്നു. എനിക്ക് തലവേദനയായിരുന്നു, താളിപ്പ് പറഞ്ഞാ അത് മാത്രമേ ബാക്കിയൊക്കെ ഷിജനെയാണ് ചെയ്തത്. ആ താളിപ്പ് മാത്രമേ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ വേറെ കറി അവിടെ ആക്കണുണ്ടായിരുന്നു. പിന്നെ താളിപ്പ് അമ്മ തന്നെ ഒന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. പിന്നെ അപ്പൊ കാണാനേ പറ്റൂല, എനിക്കാരും കാണാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത്. അപ്പൊ അപ്പൂസ് വരുമ്പോഴേക്ക് നമ്മള് അടുക്കള കയറി കുറേ ദിവസമായി നമ്മള് ഞങ്ങൾ അപ്പൂസ് ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ ഷിജി ഒക്കെ ഉണ്ട് കുറേ ദിവസമായി. കാരണം ഓരോ തിരക്കും കാര്യം കാരണം നമ്മള് പുറത്തു കൂടെ അപ്പൊ നമ്മളിന്ന് ഒരു അടിപൊളി തമിഴിലുണ്ടാക്കണം പോലെ, നമ്മളെ മലയാളല്ല. രാവിലെ എന്താ പറയാ ചായക്ക് കടിയൊന്നും അമ്മ അങ്ങോട്ട് ആട്ടി പോവും. രാവിലെ അവിൽ വെച്ചിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പൂസ് തിന്നിട്ടില്ല കേട്ടോ. രാവിലെയൊക്കെ എനിക്ക് തലവേദന ഉണ്ട്. ഞാന് അച്ഛൻ്റെ അതിന് പോയ അന്ന് തൊട്ടേ വയ്യായി തുടങ്ങിയതാണ്. അത് ഇന്ന് വരെ ഉണ്ട്, തുടങ്ങി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിന് വരുമ്പോഴേക്കെങ്കിലും നല്ലതിൽക്കൊന്നും ഉണ്ടായി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അടുക്കളേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ വിശേഷം കേട്ടോ. ബാലവാടി നനയ്ക്കാനും ജോലിയുണ്ട്. അപ്പൊ 3 നേരം 4 നേരമൊക്കെ ബാലവാടി നനുണ്ട്. അപ്പം എനിക്ക് ജോലി കിട്ടിയാലും ഞാൻ വെയിലും കൊണ്ടാണ് പോലെ കണ്ടോ. അപ്പൊ ഇത് വെയിലാണ്, മരങ്ങളൊന്നുമില്ല. അപ്പം അമ്മേന്റെ ജോലിയമ്മ അമ്മയ്ക്ക് ഒരു 10 പണി കൂടി അപ്പൊ ഒരു 90 പണി നമ്മളെ വീട് പണി കിട്ടിന്, ഒരു 10 പണിയും കൂടി അത് അംഗനവാടി നനയ്ക്കാനായിട്ട് നമുക്ക് കിട്ടി. അതിന് നമ്മൾ ഒരു നാന അത്ര പറഞ്ഞിട്ട് 10 പറഞ്ഞിട്ട്, പക്ഷെ അത്രയും നല്ല നമ്മള് ചെയ്യാ. നമ്മളെ മുറ്റത്ത് തന്നെ നമുക്ക് എത്ര നനച്ചാലും 10 ദിവസത്തെ പണിയുണ്ട്. അപ്പൊ അത് അംഗനവാടിയിൽ ഇങ്ങനെ നനയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ പണിയപ്പോ ഈ പ്രാവശ്യം കിട്ടൂല. മുമ്പ് നമ്മളെന്തൊരു പണി ഞാൻ ചെയ്തിട്ട് പൈസ ഇട്ടില്ലേ, പിന്നെ കോൺട്രാക്ടർ നമുക്ക് ഇത്ര പണിയൊന്നും കണക്കാക്കി എടുക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന ഫുള്ള് നമ്മളത് തന്നെ വെള്ളം വെച്ചൊക്കെ നമ്മളതങ്ങനെ എടുക്കണത്. നമുക്ക് ആ 10 പണി നമുക്ക് എടുക്കാണ്ട്. അപ്പൊ ഈ പ്രാവശ്യം 100 പണി ഉണ്ടാവില്ല അത് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിൽ 10 പണി കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്തായാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ. അപ്പൊ അവര് നനയ്ക്കുകയും ചെയ്യും. അപ്പൊ തൊഴിലുറപ്പ് അങ്ങനെ ഒരു 100 പണി ഈ വർഷം അങ്ങനത്തേക്ക്. അപ്പൊ നമുക്ക് നമ്മളെ സ്പെഷ്യൽ തമിഴ് ഐറ്റംസ് എന്താ, എഗ് പൊക്കവട. തമിഴ് റെസിപ്പിയാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെക്കില്ല കേട്ടോ.
അപ്പോൾ സംഭവം അടിപൊളിയാണ്. നമ്മൾ സാധാ പൊക്കവടയുള്ളൂ ഇതുവരെ ഉണ്ടാക്കിയിട്ടും തിന്നിട്ടുള്ളൂ. ഇതും നമുക്ക് പരീക്ഷ വെക്കാം. അമ്മ എന്നിട്ട് തമിഴ് പൊക്കാട നമ്മള് തിരുവനന്തപുരം പൊക്കാട ഒന്നുണ്ടല്ലേ അമ്മ? ഞാനത് തിന്നില്ലല്ലോ. നല്ല എണ്ണ നിങ്ങക്ക് തിന്നാം. ഇത് നമ്മള് വറക്കാത്ത എണ്ണയല്ലേ അമ്മ? അമ്മക്ക് പേടി ഉണ്ടാക്കിയ എണ്ണയെ തന്നെ ഉണ്ടാക്കുമോന്ന് വിചാരിച്ചിട്ട്. എന്തിനാ ഓരോ കൊത്തുന്നത്? ഇങ്ങോട്ട് ഇവര് രണ്ടാളും ഒരു ടീം, ഇവര് രണ്ടാളും വേറെ ടീം. ഇവരെ കൊത്താണ്. വലിയതായി കൂവാൻ തുടങ്ങിട്ട് ഇവര് കൂവാൻ തുടങ്ങി. അപ്പോൾ 4 മണിയായില്ലേ? 4:30 ആയിട്ട് അപ്പൂസിന് കടിയാക്കി വെക്കട്ടെ. സ്കൂളിൽ വരുമ്പോൾ സന്തോഷമായിക്കോളും. കുറേ ആയി എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഒന്നാമത് ആർക്കും എണ്ണക്കടി കൂട്ടാൻ പറ്റൂലല്ലോ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സ്നാക്ക് എല്ലായിടത്തും 4 മണിയാ സ്നാക്ക് തുടങ്ങുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ബോണ്ടൊക്കെ വാങ്ങിയിട്ട് വരും. അങ്ങനെയുള്ളൂ ഇവിടെ ഉണ്ടാക്കല്. അല്ലെങ്കിൽ നമ്മൾ പഴയ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഇഷ്ടം സന്തോഷമാകും വരുമ്പോൾ. ചൂടൊന്നും തട്ടാൻ പറ്റും. ആദ്യം ഈ സാധനം ഉണ്ടെങ്കിലും കൂടിയിട്ട് മറക്കുതെടുക്കാനേ ശീലല്ലോ. ഇന്നിപ്പോ ഇത് കണ്ടത് ഭാഗ്യം. അല്ലെങ്കിൽ കയ്യിൽ വെച്ചായിരുന്നു. ഇത് നാളെ കേടുവന്നേന്നു. അപ്പൂസ് ഒന്നായിട്ട് വലിച്ചിട്ടേ കേടുവന്നേന്നു. പ്രഭ ചേച്ചി തന്ന സാധനമാണ് കേട്ടോ. കേടുവന്നിട്ടില്ല. എന്താണ് എന്താ എന്താണ് കുട്ടിയന്മാര് കോമഡി പറഞ്ഞതാ. കല്ലുമിക്ക് ചാടിയതാട്ടോ അത്. അമ്മക്ക് ജ്യൂസ് അടിക്കാം. നാടൻ അമ്മ ജ്യൂസ് അടിക്കാൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് 60 പറ്റുമോ? ഒരു കഷ്ണമൊക്കെ തരുമോ? ഇപ്പൊ തന്നെ മുറിച്ചിട്ടില്ല. പക്ഷെ അമ്മക്ക് വയറുവേദന ഒക്കെ ഉള്ള കാരണം എന്താ അമ്മക്ക് തിന്നാൻ പേടിയായിരുന്നു. നമ്മളെ കറുത്തേണ് കേട്ടോ. കുട്ടിമല മരത്തുമുണ്ടായതാ നാടൻ. കഴിക്കണ്ടത് ഇത് കറുത്തേണ്. പൂച്ച വന്നല്ലോ. പൂച്ചക്ക് മീനാണ് എഴുതിട്ടോ. ഞാൻ കഴിക്കത്തരാം. ഏറ്റവും നല്ലത് കഴിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിണ്ടേ. മേടിക്കാനല്ലോ ഈ തോലൊക്കെ നമ്മ പേടിക്കണ്ട. കുറച്ചൊക്കെ തന്നെ, ഒരു കഷ്ണമൊക്കെ തന്നെ ഇങ്ങനെ എടുത്തിട്ടേ നല്ലത് തന്നെയാണ്. ബാലമാമ പാല് കൊടുത്തിട്ടുണ്ട്. നിങ്ങള് പറഞ്ഞ തിന്നൂല അമ്മ. അത് തിന്നോളി കോഴിക്കളെ അറിയണ്ട്. അമ്മ പാലിന്റെ റെസിപ്പി ഉണ്ടെന്ന് അപ്പൊ തന്നെ കാച്ചി അപ്പൂസിന് അപ്പൊ വരുമ്പോഴേക്ക് ചായ ഉണ്ടായിക്കും. അപ്പൊ അപ്പൂസിന് നല്ല പാലിടുന്ന ചായ നമ്മളെ തമിഴ് പൊക്കടയും കൊടുക്കാം. ചില ദിവസമൊക്കെ പറ്റും പാല്. ചിലപ്പോ പറ്റും. ഓരോ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അമ്മക്ക് ഇഞ്ഞാണോ അത് ആകെ പ്രശ്നമാണല്ലോ ഇപ്പൊ. കോഴിയും കാക്കി. പക്ഷെ എല്ലാരും ഉള്ളത് രസമാണ് കേട്ടോ. ഒരച്ചാട്ടം അനക്കുണ്ടാവും. പക്ഷെ ഒന്നും കൊണ്ടുവന്നേക്കാൻ പറ്റൂല. ഇവിടെ വെച്ച് പോയ എല്ലാം കൊത്തി കേടെടുത്തു. കറ ഇത് കണ്ടിട്ടാ കണ്ടോ? നമ്മൾ പൊക്കവടക്ക് എടുത്ത കറിവേപ്പിലയും ഉള്ളിയില്ലേ, വലിയ ഉള്ളി. സ്പെഷ്യൽ പൊക്കവട കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനം കേട്ടോ. പിന്നെ ഇതിക്ക് മുട്ട,
ഇനി ഒരു 2 സ്പൂണ് കടലപ്പൊടി കേട്ടോ, കടലമാവ്. പിന്നെ ഒരു നുള്ള് അപ്പസോഡ. പിന്നെ ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു പരന്ന പാത്രത്തിലാട്ടോ ഉണ്ടാക്കേണ്ടത്. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ലൂസായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ഇങ്ങനെ പരത്തിയിട്ട് ഒറ്റിച്ചൊറ്റിച്ചൊറ്റിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതോടെ പരന്ന പാത്രത്തിൽ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാണാനുള്ള രസമുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളത് ഉഷാറായില്ലേ? മുട്ടായിട്ടാണത്. അപ്പോൾ വേർത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, പെട്ടെന്ന് ആവണുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കോരിയെടുക്കട്ടെ കേട്ടോ. റെഡി ആയില്ലേ? എന്റെ ഇടയ്ക്ക് നമ്മള് ഫോണിന് ചെറിയ പ്രശ്നം പറ്റിയെന്നല്ലേ, ക്ലിയർ പോയില്ലേ? കുറച്ച് ഒരു കുരുമുളകും പൊടി ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ. കുറച്ച് മതി, അപ്പൂസിന് വലിയ ഇഷ്ടമല്ല ഈ കുരുമുളകിൻ്റെ രുചി. അതുകൊണ്ട് കുറച്ച് ഇത്ര മതി. ടേസ്റ്റ് വെക്കല്ലേ? അമ്മയ്ക്ക് പേടി എല്ലാതും തിന്നാൻ കേട്ടോ. എണ്ണക്കടി പ്രത്യേകിച്ചും. ചെറിയ കുട്ടി കൊടുത്തിട്ടാണ് കോഴിക്കാം. അപ്പോൾ കട്ടൻ ചായ ഉണ്ടോ? കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, എത്ര നേരം കണ്ടിട്ടില്ലേ, നാട്ടി വിട്ടതാണ്. വരട്ടെ. കുട്ടിയമ്മ ഒരു സാധനം കൂടി വിളിക്കുന്നുണ്ട്. കുട്ടിയമ്മ ഒരു സാധനം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ മുരിങ്ങ താളിപ്പാണ്. കുറെ ദിവസമായി മുരിങ്ങ കൂട്ടിയിട്ട്. അപ്പൂസിന് ഭയങ്കര ഇഷ്ടാവും. നമുക്ക് ചായ അടിക്കാം. വരാനായി. മുരിങ്ങ ഊരുന്ന പണിയാണ്. ചെറിയമ്മ നമുക്ക് മുരിങ്ങ രാത്രിക്ക് കറിയായി. ചായ കുടിക്കാന് അപ്പൂസിനെ കൊറേ നേരമായി നോക്കിയിരിക്കണ. അപ്പൂസിന്റെ ബസ് ഒന്നുണ്ടോല്ലേ? നമ്മൾ റോഡിന് അടുത്ത് തന്നെ കേട്ടോ. അപ്പൊ വരുന്ന അവിടെ വരെ ബസ് വരുന്ന ഇങ്ങനെ കാണും. അവിടുന്ന് 5 മണിയാവും വരണമെങ്കിൽ. അപ്പോൾ ഓനെ നോക്കിയിരിക്കുന്ന പണിയാണ്. അപ്പോൾ എന്ന നേരം വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ച് മുരിഞ്ഞ വരികയാണ്. ഇതാകുമ്പോൾ പിന്നെ കുറച്ച് നേരം കണ്ടോ, ഓരോ ഇല വെച്ചിട്ട് ഇങ്ങനെ നുള്ളി പറിച്ചിരിക്കണ്ടേ. വെറുതെ ഇരിക്കണ്ടല്ലോ, നേരം ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉമ്മറത്തന്നെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കാനും പറ്റുള്ളൂ കേട്ടോ, നല്ല ചൂടല്ലേ. അപ്പൂസാണോ വരുന്നേ? നോക്കി ഇല്ല, വരുന്ന കാണില്ല. അപ്പൂസ് വരുന്ന കാത്തൊക്കെ അപ്പൂസ് കൊറേ അപ്പൂസിനെ സ്കൂളിൽ തന്നെ വീഡിയോ എടുത്തിട്ട് അപ്പൂസ് 2 കുട്ടികളെ അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് എന്നെ കാണാനല്ല മറിഞ്ഞിക്ക്. 2 കുട്ടികളെ പോയിട്ടായി. അത് ഇജാണ് പോയത് പറഞ്ഞാണ്ട് അപ്പൊ ഇവിടെ ഒരു പാമ്പ് എത്രക്കുണ്ടെന്നോ ആ കുട്ടികളെ എന്നെ പറയാ കാണാനല്ല അപ്പൂസിനെ എന്നെ കാണാനില്ലാന്ന് പറഞ്ഞ 2 കുട്ടികൾ പോയി. പാമ്പുണ്ട്, കാട്ടിത്തരണം. അപ്പൂസിന് ചായ എടുക്കട്ടെ കേട്ടോ. നമ്മളെ മുരിങ്ങ പിന്നെ വരാം. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാ. ആരും ചായ കുടിച്ചിട്ടില്ല, നനയ്ക്കാണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയൊക്കെയുള്ളൂ. നാളെ പുതിയ വിശേഷമായിട്ട് വരാം. ബൈ.